ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിത് അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ കേട്ട ഒരു വാർത്തയാണ്. ചാൾസ് മൂന്നാമൻ രാജാവും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായും റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച അതിന്റെ വീഡിയോകളെല്ലാം നമ്മൾ കണ്ടതാണ്. പത്രമാധ്യമങ്ങളിലൂടെ അതിന്റെ വാർത്തകളെല്ലാം കേട്ടതാണ്. ഈ പല പത്രമാധ്യമങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ചരിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് അത്ര വ്യക്തമല്ല. അപ്പം അതിന്റെ യഥാർത്ഥ ചരിത്രം എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം. 590കളിലാണ് ഇംഗ്ലണ്ടില് ക്രൈസ്തവ മതം ഉണ്ടായത്. ഗ്രിഗറി 1 മാർപ്പാപ്പ അയച്ച ഒരു മിഷണറിയാണ് അവിടെ ക്രിസ്തുമതം സ്ഥാപിച്ചത്. അങ്ങനെ ഇംഗ്ലണ്ട് ശക്തമായൊരു ക്രൈസ്തവ രാജ്യമായിട്ട് വളർന്നു വന്നു. ബ്രിട്ടീഷ് രാജകുടുംബം ഒരു ഉത്തമ കത്തോലിക്ക കുടുംബമായിട്ട് വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹെൻറി 8 രാജാവ്, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഹെൻറി 8 രാജാവ് ബ്രിട്ടൻ സിംഹാസനത്തിൽ അവരോധിതനാവുന്നത്. അദ്ദേഹം ഒരു നല്ല ക്രൈസ്തവനായിരുന്നു. അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായി. ഭാര്യയായ കാതറിൻ ജീവിച്ചിരിക്കെ ഭാര്യയുടെ തോഴിയായ ആനി ബോളിനെ വിവാഹം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അതിനായിട്ട് ഭാര്യ ഉപേക്ഷിച്ച് ആനി ബോളിനെ വിവാഹം ചെയ്യാൻ വേണ്ടി ഹെൻറി 8 സഭയുടെ അനുവാദം തേടി. പക്ഷേ അന്നത്തെ മാർപ്പാപ്പ അത് അനുവദിച്ചില്ല. കാരണം വിവാഹം എന്ന കൂദാശയുടെ പരിശുദ്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭ അതിന് അനുവാദം നൽകിയില്ല. അതിന് ഹെൻറി 8 രാജാവിന് കൊടുത്ത മറുപടി, അങ്ങ് രാജാവായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ നിയമം മാറ്റുവാൻ സഭയ്ക്ക് അനുവാദമില്ല എന്നാണ് അന്ന് മാർപ്പാപ്പ മറുപടി കൊടുത്തത്. അപ്പം ഇതിലൂടെ വിവാഹം എന്ന കൂദാശയെ ദമ്പതികളെ ദൈവമാണ് യോജിപ്പിക്കുന്നത്. മനുഷ്യർക്ക് അത് വേർപെടുത്താനായിട്ട് അധികാരമില്ല എന്ന് സഭ പഠിപ്പിച്ചു. ഇതിനെതിരായിട്ട് ഹെൻറി 8 കുപിതനായി. അദ്ദേഹം റോമാസഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ഇംഗ്ലണ്ടിലെ സഭയുടെ തലവൻ താൻ തന്നെയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതനുസരിക്കാത്തവരെ അദ്ദേഹം ശക്തമായി പീഡിപ്പിച്ചു. മതമർദ്ദനം ഉണ്ടായി. ഈ കാലത്താണ് വിശുദ്ധ തോമസ് മൂർ, KCUMന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂർ ധീര രക്തസാക്ഷിയായി തീർന്നത് കാലത്താണ്. അദ്ദേഹം രാജാവിന്റെ അവിടെ ചേർന്ന് നിൽക്കാതെ അദ്ദേഹം ചെയ്യുന്ന തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അദ്ദേഹത്തെ രാജാവ് വധിച്ചു. അതുപോലെ നിരവധി പേര് ആ സമയത്ത് ഇംഗ്ലണ്ടിൽ മരിച്ചു വീണു. അപ്പം അതിനുശേഷം അദ്ദേഹം റോമാസഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തതാണ് ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. പിന്നീട് 1962-65 കാലഘട്ടത്തില് കത്തോലിക്ക സഭയിൽ നടന്ന രണ്ടാം വത്തിക്കാൻ സുനോദോസ് വിളിച്ചുകൂട്ടിയത് ജോൺ 23 പാപ്പയാണ്. വിശുദ്ധനായ ജോൺ 23 പാപ്പ വിളിച്ചുകൂട്ടിയ ഒരു കൗൺസിലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മറ്റുള്ള സഭകളുമായിട്ടുള്ള ഐക്യശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എക്യുമെനിക്കൽ ശ്രമങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാം വത്തിക്കാൻ സുനോദോസിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. അങ്ങനെ രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം ഈ ആംഗ്ലിക്കൻ സഭയുമായിട്ടുള്ള സഭായിക ചർച്ചകള് പുരോഗമിച്ചു. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് പോൾ 6 മാർപ്പാപ്പയുമായി കാണുകയും അങ്ങനെ അതിനുശേഷം നിരവധി ഐക്യശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. അതിനു മുമ്പ് രണ്ടാം വത്തിക്കാൻ സുനോദോസിന് മുമ്പ് പ്രശസ്തമായ ഒരു പുനരൈക്യം ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ഉണ്ടായി. അത് വിശുദ്ധ ഹെൻറി ന്യൂമാൻ പുനരൈക്യമാണ്. അദ്ദേഹം വലിയൊരു പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെട്ടു. ഇപ്പം രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം ഇങ്ങനെ സ്വാഭാവിക ചർച്ചകളൊക്കെ പുരോഗമിച്ചപ്പോൾ ധാരാളം ആംഗ്ലിക്കൻ വിശ്വാസികൾ കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെട്ടു. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ കാലയളവിൽ രൂപീകരിച്ചായിരുന്നു. പിന്നെ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ചാൾസ് 3 രാജാവ് റോമിലെത്തി
മാർപ്പാപ്പയും ഒരുമിച്ച് പ്രാർത്ഥിച്ചത്. ഇത് വളരെ ഒരു സഭായിക രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. 500 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷ് രാജാവ് റോമാ മാർപ്പാപ്പയുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം. അങ്ങനെ ചാൾസ് രാജാവും ലിയോ 14 പാപ്പായും ഈ ചരിത്രത്തില് തങ്ങളുടെ പേര് ഈ സംഭവത്തിലൂടെ വളരെ വലിയ ചരിത്രം കുറിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ യഥാർത്ഥ ചരിത്രം. വിവാഹത്തിന്റെ പരിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് അന്ന് ഹെൻറി എട്ടാമൻ രാജാവിനോട് സഭ അനുവദിക്കാതിരുന്നത്. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തില് പരിശുദ്ധ പിതാക്കന്മാര് സ്വീകരിച്ചില്ല. കാരണം വിവാഹം എന്നത് ഒരു കൂദാശയാണ്. അതിൻ്റെ ഇളവ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാനായിട്ട് സഭയ്ക്ക് സാധിക്കുകയില്ല. അത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു കൂദാശയാണ് എന്ന് തിരുസഭ പഠിപ്പിച്ചു. അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥമായ ചരിത്രം.